എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന രാമായണ പ്രഭാഷണ പരമ്പരകളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ രാമായണ പ്രഭാഷണം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ഏറ്റവും സീനിയറും ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ബഹുമാന്യനും ഞങ്ങളെ ഏറ്റവും ആദരിക്കുന്നതുമായ ശ്രീ ഗംഗാധരൻ സാറാണ്. പി ഗംഗാധരൻ. വിഷയം സ്വർഗാരോഹണം. എങ്ങനെയാണ് സാറിനെ എത്രത്തോളം ആദരവോടുകൂടി ക്ഷണിച്ചാൽ മതിയാവും അറിയില്ല. ഏറ്റവും അധികം സന്തോഷത്തോടും ഒരുപാട് നമസ്കാരത്തോടും കൂടി സാറിനെ ഈ രാമായണ പ്രഭാഷണം അവതരിപ്പിക്കുവാനായിട്ട് നമ്മുടെ വേദിയെ ധന്യമാക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഗംഗാധരൻ സാർ കേറിയില്ലായിരുന്നോ സാറ്? ആ, മ്യൂട്ടാണ് സാറേ. മൈക്ക് മ്യൂട്ടാ. ആ, ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായല്ലോ. ആ, ശരിയായി. ലൈൻ പോയി ഇപ്പൊ കട്ടു ഒരു കുത്തട്ടെ. പാശങ്കുശാഭയവരംഗജാസ്യം രക്താംബരം സകല ദുഃഖഹരം ഗണേശം ധ്യായേത് പ്രസന്നമഖിലാഭരണാഭിരാമം യാ കുന്ദേന്ദുതുഷാരഹര ധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മച്യുതശങ്കര പ്രഭൃതിഭിർദേവൈഃ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജഡ്യാവഹാം ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാരത്നാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. പ്രസരത്തിലെ സംപൂജ്യരായ അധ്യാപകരെ, ബഹുമാനപ്പെട്ട പരമേശ്വരൻ സാറ്, ബഹുമാനപ്പെട്ട മധുചേട്ടൻ, സോമൻ ചേട്ടൻ, പ്രിയ സഹപാഠികളെ, നിങ്ങളുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 30 ദിവസങ്ങളായി രാമായണ പാരായണവും പ്രഭാഷണ പരമ്പരയും നിർവിഘ്നമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ പ്രണേതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാതെ പോകാൻ മനസ്സ് വരുന്നില്ല. രാമാനുജൻ എഴുത്തച്ഛൻ എന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഷ്ടാക്ഷരി മന്ത്രം തന്നെയാണ്. ഭാഷയ്ക്കും അതുപോലെ സാഹിത്യത്തിനും ഇത്രയേറെ ആഴത്തിലും പരപ്പിലുമുള്ള സേവനം, സംഭാവന നൽകിയ ഒരു ഉത്കൃഷ്ട വ്യക്തിയാണ് ശ്രീ രാമാനുജൻ എഴുത്തച്ഛൻ. അനൗചിത്യാദൃതേ നാന്യത് രസഭംഗസ്യ കാരണം എന്നുള്ളതിനാൽ ആ വിഷയത്തെക്കുറിച്ച് സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എഴുത്തച്ഛൻ ഐഹിക ജീവിതം വെടിഞ്ഞതിൽ പിന്നെ നൂറ്റാണ്ടിന്റെ തിരശീല 5 തവണ താണു കഴിഞ്ഞു. എങ്കിലും ഭാഷാ പരിഷ്കരണത്തിൽ അദ്ദേഹം കാണിച്ച മാതൃക അഭംഗുരമായി തുടർന്നു വരുന്നു. അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ പിതാവായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നത്. എഴുത്തച്ഛന് തൊട്ടു മുമ്പ് എന്തായിരുന്നു ഭാഷയുടെ അവസ്ഥ? മണിപ്രവാളം എന്ന ഭാഷാ സങ്കരം ലക്കും ലഗാനുമില്ലാതെ സ്വൈരഗമനം തുടങ്ങിയിരുന്നു. മണ്ടന്തി പാന്തനിവഹ പടിബന്ധ പേട്യ താഴ്പൂട്ടയന്തി തകരാഹ കറികൊയ്ത ശേഷ തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കുക. ഭാഷയിലെ ഓടുക എന്ന അർത്ഥത്തിലുള്ള മണ്ടുക എന്ന ക്രിയയോട് തിങ്ങിപ്രത്യയം ചേർത്ത് മണ്ടന്തി എന്ന് സങ്കോചലേശമന്യേ പ്രയോഗിച്ചിരിക്കുന്നു. താഴ്പൂട്ടയന്തി എന്നിടത്തും ഈ വിലക്ഷണ പ്രയോഗം കാണാം. പേടി എന്ന നാമത്തോട് തൃതീയാപ്രത്യയമായ ടാപ്രത്യയം ചേർത്ത് പേട്യ എന്ന പ്രയോഗിക്കുന്നതിൽ യാതൊരു വൈമനസ്യവും മണിപ്രവാള കവികൾ കാണിക്കുന്നില്ല. അതിന് അഭാവം ഒന്നുകൂടെ പറയാം. മണ്ടന്തി പാന്തനിവഹ പടിബന്ധ പേട്യ താഴ്പൂട്ടയന്തി തകരാഹ കറികൊയ്ത ശേഷ. ഈ പ്രവണതയ്ക്ക് വിരാമം ഇടുവാൻ ലീലാതിലകം എന്നൊരു ആലങ്കാരിക ഗ്രന്ഥം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളം ദ്രാവിഡ തറവാട്ടിൽ തമിഴിൻ്റെ സഹോദരിയായി പിറവി കൊണ്ടെന്നും ബാല്യകാല ചാവല്യം പിന്നിട്ട് യൗവനാരംഭത്തിൽ സന്തത സഹചാരിയായ സംസ്കൃതവുമായി പ്രണയത്തിലായെന്നും കാരണവരായ തുഞ്ചത്തെഴുത്തച്ഛൻ ഇരുവരെയും പാണിഗ്രഹണം നടത്തിച്ചുവെന്നുമാണ് ഈ ഭാഷാ ബന്ധത്തെക്കുറിച്ച് കേരളമാണീയത്തിൻ്റെ ആമുഖത്തിൽ AR രാജരാജവർമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് സാഹിത്യത്തിലുള്ള സ്ഥാനം പരിശോധിക്കാം. ആ കാലഘട്ടത്തിൽ മുഖമുദ്ര എന്ന് പറയാവുന്ന സവിശേഷത ഭക്തിപ്രസ്ഥാനമാണ്. മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയും എഴുത്തച്ഛനും സമകാലികരായിരുന്നു. എഴുത്തച്ഛൻ തുഞ്ചൻ പറമ്പിലെ പ്രസിദ്ധമായ കാഞ്ഞിരമരത്തിൻ്റെ തണലിൽ സാധാരണക്കാരായ മലയാളികളെ ബോധവൽക്കരിച്ചുകൊണ്ട് മനുഷ്യരുടെ ഹൃദയവികാരങ്ങളെ ഭക്തിയുടെ സോപാനങ്ങളിലേക്ക് പ്രത്യാനയിച്ച് അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചു. ആ സാഹിതി പയപ്രവാഹത്തിൽ കാരസ്കരക്കുരുവിൻ്റെ കയ്പ് പോലും കാലാന്തരത്തിൽ ശമിച്ചു. ഭട്ടതിരിപ്പാടാകട്ടെ ഗുരുവായൂരിൽ ഭഗവത് സന്നിധിയിൽ ഭഗവാനെ അഭിമുഖീകരിച്ചിരുന്ന ഉണ്ട്. ഗൈർവാണിയിൽ ഭഗവാനോട് നേരിട്ട് സംവദിക്കും. ദേവന്മാരും നാരദാദികളും അത് കേട്ട് രോമാഞ്ചിതാംഗരായി പീയൂഷത്തിൽ ആപ്ലാവിതരായി തീർന്നിരിക്കാം. മലയാള സാഹിത്യ തറവാട്ടിലെ ഈടുവെപ്പുകളിൽ ഏറ്റവും അമൂല്യമായ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനത്തിലൂടെ അഭ്യർത്ഥിതമായ സ്ഥാനം എഴുത്തച്ഛൻ സ്വന്തമാക്കി. കർണപർവ്വതത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന അന്നനട വൃത്തം എഴുത്തച്ഛൻ്റെ സംഭാവനയാണെന്ന് ആണ് അഭിജ്ഞമതം.
പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചുകൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനുകുനച്ചിന്നും കുറുനിരാ തന്മേൽ നനപ്പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളാകുന്ന ചില്ലിയുകള ഭംഗിയും എന്ന പാർത്ഥസാരഥി വർണ്ണനയും അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലി എന്ന നാരായണീയ ശ്ലോകവും നോക്കുക. അഗ്രേ പശ്യാമി എന്ന ഭട്ടതിരിയും മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ എന്ന് എഴുത്തച്ഛനും പറയുന്നു. നാരായണീയ ശ്ലോകത്തോട് കിടപിടിക്കാൻ വരാകിയായ എഴുത്തച്ഛന്റെ കൈരളി ഈ ശുഗഗാനത്തിന് കെൽപ്പും കിരളവും ഉണ്ട്. വെട്ടത്തൂ നാട്ടിനെടുമംഗല്യം വളർത്തും സൽസിന്ദൂര പൊട്ടുപോലെഴും തുഞ്ചൻ പറമ്പേ നമസ്കാരം. കളഗാനത്തോടൊരു കിളിപ്പൺമണി പാറി കളിച്ച തരിച്ചെളി പടർപ്പേ നമസ്കാരം. ഇനി നാം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അധ്യാത്മരാമായണം സംസ്കൃതം അതിൻ്റെ മൂലഗ്രന്ഥത്തെ ആണ് എഴുത്തച്ഛൻ യുദ്ധകാന്ഡം വരെ പിന്തുടർന്നത്. ഉത്തരരാമായണത്തിലാകട്ടെ അദ്ദേഹം പിന്തുടരുന്നത് വാൽമീകി രാമായണത്തെയാണ്. ഇതിൽ സ്വർഗാരോഹണം ആണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. ആനുഷംഗികമായി പറയട്ടെ, എഴുത്തച്ഛൻ ഇവിടെ പരിഭാഷയ്ക്ക് സ്വീകരിച്ചത് വാൽമീകി രാമായണത്തെയാണ്. ശത്രുഘ്നൻ രാമന്റെ ആശീർവാദത്തോടെ ലവണാസുരവധം നിർവഹിച്ചത് വരെയുള്ള കഥാഭാഗം ഇന്നലെ ബഹുമാനപ്പെട്ട നാരായണ നമ്പൂരി സാറ് വിവരിച്ചു കഴിഞ്ഞു. ലക്ഷ്മണ പരിത്യാഗം, മഹാപ്രസ്ഥാനം എന്നിങ്ങനെ കഥാഗാത്രത്തിന്റെ രണ്ട് വിഷയങ്ങളെ പരാമർശിക്കേണ്ടതുള്ളൂ. ലോകകണ്ടകന്മാരെ എല്ലാം നിഗ്രഹിച്ച് പ്രത്യേകിച്ച് ബ്രഹ്മാവർദ്ധിക്കൊണ്ട് ദാശരഥിയായി അവതരിച്ച് രാവണാദികളായ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ഭൂമിക്ക് നാഥനായി രാമൻ ചിരകാലം വസിച്ച് രാമരാജ്യമെന്ന് പിൽക്കാലത്ത് വാഴ്ത്തപ്പെട്ട ഭരണം കാഴ്ചവെച്ചു. ലോകരെല്ലാം ആമോദത്തോടെ വസിക്കുന്ന കാലത്ത് യമധർമ്മൻ ബ്രഹ്മനിയോഗത്താൽ സന്യാസി വേഷം ധരിച്ച് രാമനെ കാണാനെത്തി. രാമനോട് ഏകാന്തത്തിൽ വളരെ രഹസ്യമായി ചിലത് പറയാനുണ്ടെന്ന് അറിയിച്ചു. മന്ത്രശാലയിൽ രാമൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പരമരഹസ്യമാണെന്നും സംഭാഷണത്തിനിടയിൽ ആരെങ്കിലും കടന്നു വന്നാൽ അവനെ വധിക്കണമെന്നും സന്യാസി ആവശ്യപ്പെട്ടു. രാമൻ സമ്മതിച്ചു. താൻ യമധർമ്മൻ ആണെന്നും ബ്രഹ്മാവിന്റെ നിയോഗത്താൽ വന്നതാണെന്നും സന്യാസി ഭംഗ്യന്തരേണ രാമനെ ധരിപ്പിച്ചു. ബ്രഹ്മനിയോഗത്താൽ രാവണ നിഗ്രഹത്തിനാണ് വിഷ്ണുവായി അവിടുന്ന് മനുഷ്യാവതാരം എടുത്തതെന്നും അവതാര ഉദ്ദേശ്യം
നിറവേറ്റിയിരിക്കെ ഇനി പ്രതിനിവർത്തിക്കേണ്ട സമയമായി എന്നും യമധർമ്മൻ അറിയിക്കുന്നു. പിരിയേണ മരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ എന്നാണല്ലോ. ഇതേ സമയം രാമനെ കാണുവാൻ ദുർവാസാവ് മഹർഷി എത്തുന്നു. വാതിൽക്കൽ കാവൽ നിന്ന ലക്ഷ്മണനെ കണ്ട് ആഗമന ഉദ്ദേശം അറിയിക്കുന്നു. ജ്യേഷ്ഠന്റെ കൽപ്പനയുണ്ടെന്നും ആരെയും അകത്തേക്ക് വിടില്ലെന്നും ലക്ഷ്മണൻ വിനയത്തോടെ അറിയിച്ചു. ദുർവാസാവല്ലേ കക്ഷി. സൂര്യവംശത്തെ ശപിച്ച് ഒന്നോടെ അവസാനിപ്പിക്കുമെന്നായി മഹർഷി. താൻ മൂലം വംശനാശം വരരുതെന്ന് കരുതി ലക്ഷ്മണൻ രാമനെ കണ്ട് മഹർഷിയുടെ ആഗമനം അറിയിച്ചു. രാമൻ മഹർഷിയെ സ്വീകരിച്ചു. മഹർഷിയുടെ പാരണ വീട്ടാൻ മൃഷ്ടാന്നം ഒരുക്കി. മഹർഷി സംതൃപ്തനായി അനുഗ്രഹം ചൊരിഞ്ഞ് യാത്രയായി. സത്യസന്ധനായ രാമന് സംഭാഷണത്തിനിടയിൽ കടന്നു വന്ന ലക്ഷ്മണനെ വധിക്കാതെ നിവർത്തിയില്ലെന്നായി. ജ്യേഷ്ഠന്റെ സത്യപരിപാലനം തനിക്കും തിരസ്കരിക്കാൻ സാധ്യമല്ലെന്നും തന്നെ വധിക്കുവാൻ കരുണ ഉണ്ടാകണമെന്നും ലക്ഷ്മണനും ശഠിച്ചു. ഗുരുവായ വസിഷ്ഠനും സത്യം പാലിക്കാൻ രാമനെ ഉപദേശിച്ചു. ഒടുവിൽ രാമൻ പറഞ്ഞു, പോക സൗമിത്രയെ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചേൻ, ത്യാഗവും വധവും ഒക്കുമേ നിരൂപിച്ചാൽ. അങ്ങനെ രാമൻ ലക്ഷ്മണനെ പരിത്യജിച്ചു. പരിത്യക്തനായ ലക്ഷ്മണൻ ജ്യേഷ്ഠന്മാരെ നമസ്കരിച്ച് സരയൂ നദീതീരത്ത് പോയി ബ്രഹ്മധ്യാന നിരതനായി. ലക്ഷ്മണന്റെ മേൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. വിമാനത്തിൽ കയറ്റി ലക്ഷ്മണനെ സ്വർഗത്തിലെത്തിച്ചു. ഇനി മഹാപ്രസ്ഥാനമാണ്. അതറിഞ്ഞ രാമൻ അമാത്യരെ വിളിച്ചുകൂട്ടി താൻ ഇനി ഇവിടെ വാഴുകയില്ലെന്നും ഉറപ്പിച്ച് കൽപ്പിച്ചു. ഭരതനെ വാഴിച്ചിട്ട് യാത്രയാകാൻ തീരുമാനിച്ചു. പക്ഷേ ഭരതനും ശത്രുഘ്നനും നരകത്തിലായാലും സ്വർഗത്തിലായാലും രാമനോടൊപ്പമെന്ന് നിലപാടറിയിച്ചു. അയോധ്യാവാസികളായ ധാരാളം ജനങ്ങളും മന്ത്രിമാരും ഭരതശത്രുന്മാരോട് ഒത്തുചേർന്നു. ഒടുവിൽ അവരെയെല്ലാം ഒപ്പം കൂട്ടാൻ രാമൻ സമ്മതിച്ചു. വാനരന്മാരും അവരോടൊപ്പം കൂടി. പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച് സഹോദരന്മാർ മൂവരും യാത്രയ്ക്കൊരുങ്ങി. വിഭീഷണൻ ഒപ്പം പോകാൻ ഒരുങ്ങിയെങ്കിലും ലങ്കാധിപതിയായി വാഴണമെന്ന് രാമൻ നിർദ്ദേശിച്ചു. ഒടുവിൽ ബ്രഹ്മാവ് തന്നെ നേരിട്ടെത്തി രാമസ്തുതി നടത്തി. തൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ദുർഭരണവും അഴിമതിയുമെല്ലാം അവസാനിപ്പിച്ച് കാര്യക്ഷമതയോടെ ഭരണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ വാനോളം പുകഴ്ത്തി യാത്ര അയക്കുന്നത് പോലെ തോന്നും ഇവിടെ ബ്രഹ്മാവിൻ്റെ രാമസ്തുതി കേട്ടാൽ. അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ ജോലിക്ക് വന്ന ഒരാൾ സ്വകൃത്യം നിറവേറ്റി മാതൃസ്ഥാപനത്തിലേക്ക് പോകും പോലെ ശ്രീരാമന്റെ ഭൂമിയിലെ വാസവും രാവണാദികളായ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചതും എല്ലാം വളരെ സ്തുതിച്ച് പുകഴ്ത്തി പറഞ്ഞ രാമനെ സ്വർഗത്തിലേക്ക് വിഷ്ണു ലോകത്തിലേക്ക് തിരികെ അയക്കിയെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. മത്സ്യാവതാരം മുതൽ
രാമാവതാരം വരെ വിഷ്ണുവിന്റെ അവതാര കഥകൾ പുകഴ്ത്തി പറഞ്ഞ് ബ്രഹ്മാവ് രാമസ്തുതി നടത്തുന്നു. തന്നോടുകൂടി വരുന്നവർക്കെല്ലാം സ്വർഗം കൊടുക്കണമെന്ന് രാമൻ ബ്രഹ്മാവിനോട് അപേക്ഷിക്കുന്നു. എല്ലാവരും സരയുവിൽ മുങ്ങിക്കുളിക്കാൻ ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു. എല്ലാവരും അങ്ങനെ ചെയ്തു. അവരെല്ലാം മോക്ഷത്തെ പ്രാപിച്ച് സ്വർഗലോകം പ്രാപിച്ചു. ശ്രീരാമൻ മഹാവിഷ്ണുവായി പാലാഴിയിൽ അനന്തന്മേൽ യോഗനിദ്രയെ അവലംബിച്ചു. ഇങ്ങനെ ഉത്തരരാമായണം സമാപിക്കുന്നു. രാമ 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 പാഹി മാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹി മാം രാഘവാ മനോഹരാ മുകുന്ദ രാമ പാഹി മാം രാവണാന്തകാ മുകുന്ദ രാമ പാഹി മാം. അങ്ങനെ ഈ പ്രഭാഷണം നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശ്രീരാമചന്ദ്രസ്വാമി അവതാര ലക്ഷ്യം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്ന ഭാഗം നമ്മുടെ ഏറ്റവും സീനിയറായ സാറിന്റെ മുഖതാവിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ വേദിയെ ധന്യമാക്കുവാനായിട്ട് സാറിന് ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും നമസ്കാരം സാറിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മതിച്ചേട്ടാ. സ്വർഗാരോഹണം അവതരിപ്പിച്ച ഗംഗാധരൻ സാറിന്റെ പാദങ്ങളിൽ ആദ്യമായിട്ട് എൻ്റെ വിനീത പ്രണാമം. തുഞ്ചത്ത് രാമാനുജരെഴുത്തച്ഛൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പണ്ഡിതാഗ്രേസരനായ ശ്രീ ഗംഗാധരൻ സാറ് സ്വർഗാരോഹണം അവതരിപ്പിച്ചത്. കേരളവാണി എഴുതിയ AR രാജരാജൻ സാറിനെ കുറിച്ചും നാരായണീകർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ കുറിച്ചും ഒക്കെ സന്ദർഭോചിതമായിട്ട് അനുസ്മരിച്ചു. എഴുത്തച്ഛന്റെയും ഭട്ടതിരിപ്പാടിന്റെയും ഭാഷാ സാഹിത്യത്തെക്കുറിച്ചും പരാമർശിച്ചു. തുടർന്ന് സ്വർഗാരോഹണം അതിഗംഭീരമായിട്ട് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തു. ഗംഗാധര സാറിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഞാൻ കൊണ്ടുവന്ന ആക്കോലൊന്നും പിടിക്കും. നമസ്തേ സാർ. ഇന്ന് സാറിന്റെ മ്യൂട്ടാണ്. ഇന്ന് കേൾക്കാം സാർ? കേൾക്കാം. ഗംഗാധരൻ സാറിന്റെ സ്വർഗാരോഹണ പ്രഭാഷണം വളരെ രീതിയിൽ ചിട്ടപ്പെടുത്തി അത് നമുക്ക് ആദ്യം മുതലേ മനസ്സിലാക്കാനും പറ്റി. വളരെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു അവതരണമായിരുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛനെ പോലെ ഉള്ളവരെ മലയാള ഭാഷയെ ഉദ്ധരിക്കുകയും മലയാളത്തിൽ പണ്ടുണ്ടായിരുന്ന വികലപ്രയോഗങ്ങൾ മാറ്റി നല്ലൊരു ഭാഷാശൈലിയും വളർത്തി നമുക്ക് തന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണെന്ന് നമ്മൾക്ക് അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പുണ്യം രാമായണത്തോടൊപ്പം ഞങ്ങളത് ആസ്വദിക്കുകയാണ്. സാറിൻ്റെ ഈ ഒരു ഭാഷണം വളരെ നന്നായിട്ട് ശ്രവിച്ചു. ഇത് എല്ലാ അനുഗ്രഹങ്ങളും സാറിൻ്റെ പാദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. നന്ദി സാർ. നമസ്കാരം. വരും സാറേ, വളരെ നന്നായിരുന്നു സാറേ. സാറ് ഒരുപാട് അറിവുകൾ നേടാൻ പറ്റി. വളരെ നന്നായിരുന്നു.
സാറ് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, എനിക്കറിയാം സാറിന്റെ പ്രഭാഷണം എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്നാലും പറയുന്നു, വിമർശിക്കാനൊന്നും എനിക്കറിയത്തില്ല. എന്നാലും കേട്ടപ്പോ നന്നായിരുന്നു, വളരെ സന്തോഷം. വളരെ നന്ദി, വളരെ നന്ദി. നമ്മുടെ നാളത്തെ പ്രോഗ്രാം ഇന്ന് അരുന്ധതി എന്ന് പറഞ്ഞ കുട്ടി നമുക്ക് ഇന്നത് കറണ്ടിന്റെ പ്രോബ്ലം കാരണം നമുക്ക് ഇന്ന് അരുന്ധതിയെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല. നാളെ അരുന്ധതിയും ആദർശ്, അനിത 3 കുട്ടികളാണ് നാളെ കുട്ടികളുടെ ഭാഗത്തുള്ള പ്രഭാഷണം നടത്തുന്നത്. പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ശ്രീമതി പ്രീതിലാലാണ് നാളെ പ്രഭാഷണം നടത്തുന്നത്. രാമായണത്തിലെ മാതൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീമതി പ്രീതിലാൽ സംസാരിക്കും. കുട്ടികള് 3 പേര് നാളെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും 8:15 തന്നെ നാളെ കയറുക. ഈ കറണ്ടിന്റെ പ്രോബ്ലം എല്ലായിടത്തും ഉണ്ട്. നാളെ കുട്ടികള് അരുന്ധതി, ആദർശ്, അനിത എസ് എല്ലാവരും നേരത്തെ തന്നെ കയറി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. എല്ലാവർക്കും നമസ്കാരം. നാളെ വീണ്ടും കാണാം. സായിറാം സർ. സായിരാം, അരുന്ധതി, നമുക്ക് നാളെ കാണാം. ഓക്കെ. ഓ ശരി സാറേ.